വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാത്ത ഒരാളോടെങ്കിലും ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് പറയുക. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ബ്ലെസ്സിങ് ടുഡേയിൽ പങ്കെടുക്കാൻ പറയുക. നിങ്ങൾ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം. ഇത് അവരുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ അവർക്ക് മിസ്സാകരുത്. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം അവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിക്കുമ്പോൾ അതിനേക്കാൾ വലിയ അനുഗ്രഹം നമ്മുടെ മേൽ കർത്താവ് ചൊരിയും. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ലീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ജോലി അങ്ങ് ലീബയ്ക്ക് കൊടുക്കണമേ, ഒരു സ്വന്തം ഭവനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ജന്മദിന അനുഗ്രഹങ്ങളും കർത്താവ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ലീബ. അടുത്ത സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഡോക്ടർ ഗീത ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതയിൽ നിന്നും സമ്പൂർണമായ ഒരു വിടുതൽ കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. MC ചാക്കോയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. 3 മക്കളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യോഹന്നാനും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകൻ ബിജുവിന് ആ ബാക്ക് ബോണിലുള്ള എല്ലാ പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞുണ്ടാകാൻ കർത്താവ് സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. കർത്താവ്, ബാംഗ്ലൂരിൽ നിന്നുള്ള ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ ചിത്രയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാന്നാറിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് മദ്യപാനത്തിൽ നിന്നും സമ്പൂർണമായ ഒരു സ്വാതന്ത്ര്യം കർത്താവ് നൽകണമേ. താങ്ക് യു ജീസസ്. എന്ന് മാത്രമല്ല, ഈ സഹോദരിക്ക് നല്ല ആരോഗ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് നല്ല ആരോഗ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് കീബോർഡ് ക്ലാസ് വളരെ നന്നായി പൂർത്തിയാക്കുവാൻ, സക്സസ്ഫുള്ളായി പൂർത്തിയാക്കുവാനും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാനും കർത്താവ് സഹായിക്കണമേ. ഇന്നത്തെ ഓരോ സ്പോൺസറേയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജൂലൈ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA മുണ്ടക്കയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജൂലൈ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ് NH47 കരുനാഗപ്പള്ളി. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് സഹോദരിയുടെ പേര് ഷീജ എന്നാണ്. തൻ്റെ ഹസ്ബൻഡാണ് അടുത്ത് നിൽക്കുന്ന അജി. അതെ, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി താൻ. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞു. അത് അബോർട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം അവർക്ക് 1 വർഷം കഴിഞ്ഞ് രണ്ടാമതും ആ സഹോദരി പ്രഗ്നൻ്റ് ആയി. പക്ഷേ അതും ആ പ്രഗ്നൻ്റ് ആയതും അബോർട്ടായി പോയി. അത് വളരെ സങ്കടത്തിലായി. 2 കുഞ്ഞുങ്ങൾ അങ്ങനെ അവർ വളരെ വിഷമതയിലിരുന്നപ്പോഴാണ് നമ്മുടെ 2014 ജനുവരി മാസം മാവേലിക്കരയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നു.
അന്ന് ഒരു കുടുംബം ഇവിടെ വന്നപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് വന്ന് ഇവർ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു സഹോദരി വയറ്റത്ത് കൈവച്ചു. ബ്രദർ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് പറയുന്നത് അവർ ആ പോയപ്പോൾ തന്നെ പ്രയർ ഡയറിയിലും എഴുതി കേട്ടു വിശ്വാസത്തോടെ. ആ മാസം തന്നെ സഹോദരി പ്രഗ്നന്റ് ആയി. ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം. ഓക്കെ, എനിക്ക് വലിയ ഭയമായിരുന്നു. കാരണം സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ഇനിയും കുഞ്ഞിന് എന്തെങ്കിലും വളർച്ചക്കുറവ് ഉണ്ടാകുമോ എന്നുള്ളത്. സ്കാൻ ചെയ്യാൻ പോകാൻ തന്നെ പേടി. അതെ, അതുകൊണ്ട് തന്നെ ബ്ലെസ്സിംഗ് നമ്മുടെ പ്രയർ ഡയറിയിൽ എഴുതിയിട്ടു, വിശ്വാസത്തോടെ എഴുതി വെച്ചു. ദൈവം ഒരു ആൺകുഞ്ഞിനെ അവർക്ക് കൊടുത്തു. ആ പുള്ളിക്കാരനാണ് ഈ കുഞ്ഞ്. തീർന്നാണോ നീ? തീർന്നില്ല. ആ സമയത്ത് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ കുഞ്ഞിന് തൈറോയ്ഡ് ടെസ്റ്റ് നടത്തി. അതിൽ ഈ കുഞ്ഞിന് അവിടെ കുഞ്ഞിന് തൈറോയ്ഡ് ഉണ്ട് എന്നാണ് ആ ടെസ്റ്റിൽ റിസൾട്ട് വന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പ്രയർ കോൾ സെന്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമത് ആ ടെസ്റ്റ് നടത്തിയപ്പോൾ കുഞ്ഞിന് ആ തൈറോയ്ഡ് ഇല്ല എന്ന് റിപ്പോർട്ട് വന്നു. 2 ടെസ്റ്റുകൾക്കിടയിൽ അത്ഭുതം നടന്നു. തന്നെയല്ല, ആ സമയത്ത് കുഞ്ഞിന്റെ ശരീരത്തിൽ ഒത്തിരി മഞ്ഞ കളർ വന്നു. മഞ്ഞ കളർ വന്നു. മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും അത് വന്നു. അതിനെ NICUയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനേക്കാൾ കൂടുതൽ മഞ്ഞ കളറുള്ള കുഞ്ഞുങ്ങളെ NICU പ്രവേശിപ്പിച്ചു. ഇവർ നമ്മുടെ പ്രയർ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്നും മറുപടി പറഞ്ഞു, യേശു കർത്താവിന്റെ രക്തം ആ കുഞ്ഞിനെ ഞങ്ങൾ വിശ്വാസത്തോടെ തളിച്ചു പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൽ യേശു കർത്താവിന്റെ രക്തമുള്ളതിനാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ NICU കയറ്റാതെ തന്നെ ആ കുഞ്ഞിന് യേശു കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇന്ന് ആരോഗ്യത്തോടെ യേശു കർത്താവ് അവരെ സാക്ഷ്യവുമായിട്ട് ഇന്നിവിടെ നിൽക്കും. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവ് ഈ കുടുംബത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. 2 പ്രാവശ്യം വേദനയേറിയ അനുഭവത്തിലൂടെ പോയി. എന്നാൽ 3ാമത് സന്തോഷത്തിൻ്റെ അനുഭവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് കൊടുത്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനൈ, മുംബൈ. ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ. ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ. ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. Undergoing troubles in our lives, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ inwardly something is happening. നമ്മുടെ അകത്ത് എന്തൊക്കെയോ വലുത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. For example, some of you had great problems in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഉദാഹരണത്തിന് എന്തൊക്കെയോ ചില വലിയ പ്രശ്നങ്ങളുണ്ട്. You started crying to God. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And God is a prayer answering God. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. Some of you got a prayer diary. നിങ്ങൾ ചിലർക്ക് ചില പ്രാർത്ഥനാ ഡയറികൾ ലഭിച്ചിട്ടുണ്ട്. And sometimes you watch the Blessing Today TV program. ചില സമയത്ത് നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാം. Or you attended a blessing center. നിങ്ങൾ ഒരു ബ്ലെസ്സിംഗ് സെന്ററിൽ പങ്കെടുക്കാറുണ്ട്. And things started changing. നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. The greater things that happened was inwardly in your spirit. You had more faith in God. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത് നിങ്ങളുടെ അകത്ത് നടന്ന മാറ്റമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ പറ്റിയുള്ള വലിയൊരു വിശ്വാസമുണ്ട്. But it all started with some troubles that we face in our lives. എന്നാൽ ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെ ഒരു വലിയൊരു മാറ്റവും യേശുവിലുള്ള വിശ്വാസവും ഒക്കെ വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോഴാണ്. So these problems are not going to destroy your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുകയില്ല. They are temporary. അത് താൽക്കാലികമാണ്.
താൽക്കാലികമാണ്. They will pass away just like a shadow. ഒരു നിഴല് പോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. But because you went through these problems, എന്നാൽ നിങ്ങൾ ഈ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് കൊണ്ട് you got closer to God. നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്തായിരിക്കുകയാണ്. You received some miracles. നിങ്ങൾ ഒരു അത്ഭുതം കിട്ടിയപ്പോൾ You had more faith in God. നിങ്ങൾക്ക് യേശുവിൽ വലിയൊരു വിശ്വാസം ലഭിച്ചു. You got closer to God. നിങ്ങൾ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ഇടയായി തീർന്നു. You learned the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനം ഒത്തിരി പഠിക്കുവാൻ You തുടങ്ങി. received the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. And all these are working so that you will have a greater glory in the days to come. ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് Yes. നിങ്ങളുടെ ഉള്ളിൽ വരുവാനുള്ള സമയത്ത് ഒരു വലിയൊരു മഹത്വവും തേജസ്സും കൊണ്ടുവരുന്നതിന് വേണ്ടി അതെല്ലാം കാരണമായി തീരാൻ പോവുകയാണ്. Clap your hands and worship the Lord. കൈകൾ അടിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാലും, Shout hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാലും. So many people have ignorance in their lives. ഒത്തിരി ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ അജ്ഞത, അറിവില്ലായ്മയുണ്ട്. When crisis come, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ they suddenly decide this is the end of my life. അവർ ആ സമയത്ത് തന്നെ തീരുമാനിക്കും ഇത് എൻ്റെ ജീവിതത്തിന്റെ അവസാനമാണ്. No. അങ്ങനെയല്ല. The Bible says it's only temporary. ബൈബിൾ പറയുന്നത് ഇത് താൽക്കാലികമാണ്. Greater things God can do in your life. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ വലിയ കാര്യങ്ങൾ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. In my life, എൻ്റെ ജീവിതത്തിൽ when I used to hear such testimonies years back, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ, whenever I hear a testimony, ഞാനൊരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് I talk to myself, എന്നോട് തന്നെ ഞാൻ സംസാരിക്കും, God, you did great things for them, ദൈവമേ അങ്ങ് ഇവർക്ക് വേണ്ടി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ, but nothing is happening in my life. എന്റെ ജീവിതത്തിൽ എന്താണ് ഒന്നും സംഭവിക്കാത്തത്? I'm waiting and waiting for years. ഞാൻ ഒത്തിരി വർഷങ്ങളായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണല്ലോ. I don't have any such experience. എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളൊന്നുമില്ല. I pray, nothing happens. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒന്നും But സംഭവിക്കുന്നില്ല. that sister prayed, that brother prayed, greater things happened. ആ സഹോദരൻ ആ സഹോദരി പ്രാർത്ഥിച്ചു, അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിച്ചു. I was sad. ഞാൻ വളരെ ദുഃഖിതനായി തീർന്നു. Do you know what happened? എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? After some time, ചില സമയങ്ങൾക്ക് ശേഷം, after some months, ചില മാസങ്ങൾക്ക് or ശേഷം, after some years, ചില വർഷങ്ങൾക്ക് ശേഷം the Lord's hands began to move in my life. ദൈവത്തിന്റെ കരങ്ങൾ എൻ്റെ ജീവിതത്തിലും ചലിക്കുവാൻ തുടങ്ങി. When the Lord started moving in my life, എൻ്റെ ജീവിതത്തിൽ ദൈവം ചലിക്കുവാൻ തുടങ്ങിയപ്പോൾ I had a bigger testimony than them. അവരെക്കാളൊക്കെ പറയുവാൻ വലിയൊരു സാക്ഷ്യം ദൈവം എനിക്ക് തന്നു. Hallelujah. Hallelujah. If it is delayed in your life, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത് താമസിക്കുകയാണെങ്കിൽ, I am sure one day എനിക്ക് കാര്യം പറയാം, ഒരു ദിവസം bigger, greater things are coming in your way. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ 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 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. If it is delayed, never be disappointed. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നതിന് താമസം നേരിട്ടാൽ അതുകൊണ്ട് നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല. Know this truth. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. The present troubles will pass away. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മാറിപ്പോകും. God will just wipe them away. ദൈവം അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തൂത്ത് തുടച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും. And inwardly, in your spirit, greater things will be happening. എന്നാൽ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ആത്മാവിൽ വളരെ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. So never fix your eyes on the things that are happening around. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ നോട്ടം അവിടെ നിങ്ങൾ ഉറപ്പിക്കരുത്. Never fix your eyes on the material world. നിങ്ങൾ ഈ ഭൗതികമായ ലോകത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോയി അവിടെ നിങ്ങളുടെ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കരുത്. Let me tell you one thing, there is a world beyond this material world. ഈ നമ്മൾ ഈ കാണപ്പെടുന്ന ഭൗതികമായ ലോകത്തിന് അപ്പുറമായി ഒരു വളരെ വലിയൊരു ലോകമുണ്ട്. That is an unseen world. അത് കാണപ്പെടാത്ത ഒരു ലോകമാണ്. That is a spiritual world. അത് ആത്മീകമായ ലോകമാണ്. And the Bible says God is a spirit. ബൈബിൾ പറയുന്നു ദൈവം ആത്മാവാകുന്നു. And he is living in the spirit world. ദൈവം വസിക്കുന്നത് ആത്മീകമായ ലോകത്താണ്. And from that unseen world, God is watching your life.
ദൈവം ആ കാണപ്പെടാത്ത ലോകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Every morning when you wake up, നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ Lord sees that. ദൈവം അതിനെ When you കണ്ടുകൊണ്ടിരിക്കുകയാണ്. pass through the valley of tears, God sees that. നിങ്ങൾ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. When you write down your prayers, not with ink but with your tears, God is reading all your prayer requests. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ മഷി കൊണ്ടല്ല, നിങ്ങളുടെ കണ്ണുനീരിൽ ചാലിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുമ്പോൾ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. You may not be seeing your God, but God is seeing you. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ കഴിയുന്നുണ്ട്. When you turn to your left, God knows that. നിങ്ങൾ നിങ്ങളുടെ ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. When you turn to your right, God sees that. നിങ്ങൾ വലത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. When you think something, God sees that. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിലത് ചിന്തിക്കുമ്പോൾ അതും ദൈവം ഓർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. And when you pray with your tears, God is watching all your tears. നിങ്ങൾ കണ്ണുനീരിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. Things are really happening in the spirit world where God is living. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആത്മീകമായ ലോകത്താണ്. അവിടെയാണ് നമ്മുടെ ദൈവം വസിക്കുന്നത്. The origin of all development is not happening in this world, it is happening in the other world. എല്ലാത്തിന്റെയും ആരംഭം, അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ലോകത്തല്ല, അത് ആത്മീകമായ ലോകത്താണ്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത്, വസിക്കുന്നത് അത് ആത്മീകമായ ലോകത്താണ്. Hallelujah. Hallelujah. So never fix your eyes on your problem. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ നോട്ടം അവിടെ ഉറപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. Never fix your eyes on this material world. ഈ ഭൗതികമായ ലോകത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അവിടെ ഉടക്കി നിൽക്കരുത്. But fix your eyes on the unseen things. എന്നാൽ നിങ്ങൾ കാണപ്പെടാത്ത, ആത്മീകമായ കാണപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉറപ്പിക്കുക. Everything that we see today will vanish one day. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം നമ്മുടെ കണ്ണിൽ മുമ്പിൽ നിന്ന് All the material things are temporary. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഭൗതിക കാര്യങ്ങളും അത് താൽക്കാലികമാണ്, ക്ഷണികമാണ്. But the unseen things, the spiritual things are eternal and permanent. എന്നാൽ നമ്മൾ കാണാത്ത ആത്മീക കാര്യങ്ങൾ അത് നിത്യമാണ്, അതാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. Say hallelujah. കൈകൾ ഉയർത്തി വീശിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലും, One more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാലും. Verse number 18 we are going to read once again. So we fix our eyes not on what is seen but on what is unseen, since what is seen is temporary but what is unseen is eternal. അതുകൊണ്ട് കാണുന്നതിനെ അല്ല, കാണാത്തതിനെ തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമായത്. Can you lift your hands and say hallelujah? കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. God is speaking to some people sitting here. ഇന്നിവിടെ ഇരിക്കുന്ന ചില ആളുകളോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. You're focused on the troubles and the problems and the situations and the conditions and the circumstances. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ കണ്ണുകൾ ഉടക്കിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, രോഗങ്ങളിൽ, സമാധാനമില്ലാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. You look at your daughter, your son, and you cry. നിങ്ങളുടെ മകനെ നോക്കി, മകളെ നോക്കി നിങ്ങളിപ്പോൾ കരയുകയാണ്. You're looking at your finances and you're crying. നിങ്ങളുടെ സാമ്പത്തികമായ സാമ്പത്തികത്തെ നോക്കി നിങ്ങൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. You're looking at your husband and you're crying. നിങ്ങളുടെ ഭർത്താവിനെ നോക്കി അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And you're looking at your rented home and you're crying. When will I get an own house? നിങ്ങൾ നിങ്ങളുടെ വാടക വീട്ടിലേക്ക് നോക്കി നിങ്ങൾ കരയുകയാണ്, എന്ന് എനിക്കൊരു സ്വന്തമായ ഒരു ഭവനം ലഭിക്കും. Oh Lord, nothing is happening in my life. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. As a man of God, I proclaim today. ഒരു ദൈവപുരുഷൻ എന്ന നിലയിൽ ഞാൻ ഇന്നൊരു കാര്യം ഇവിടെ വിളിച്ചു പറയട്ടെ. God says enough is enough. I am going to give you a change. ദൈവം പറയുകയാണ്, നിങ്ങൾ അനുഭവിച്ചതൊക്കെ ഇത്രത്തോളം മതി, ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. Because God is rising up
from his throne. കാരണം ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. When God arises, all his enemies are scattered. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Just like smoke is scattered, all his enemies are scattered. ഒരു പുക ചിതറിപ്പോകുന്നത് പോലെ ദൈവത്തിന്റെ ശത്രുക്കൾ അത് ഓരോന്നും ചിതറിപ്പോവുകയാണ്. Because God is rising from his throne today. കാരണം ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തന്റെ സിംഹാസനത്തിൽ എഴുന്നേൽക്കുകയാണ്. How many of you can see that? എത്ര പേർക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്? Let faith arise in your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വിശ്വാസം എഴുന്നേൽക്കട്ടെ. Let hope arise in your heart. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ പ്രത്യാശ എഴുന്നേറ്റ് വരട്ടെ. Let expectation arise in your heart. ഒരു വലിയൊരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. Let prayer arise from your heart. നിങ്ങളുടെ ഉള്ളിൽ സ്തുതിയും പ്രാർത്ഥനയും ഇപ്പോൾ എഴുന്നേറ്റ് വരട്ടെ. Let prayer arise in your heart. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് പ്രാർത്ഥനകൾ അത് എഴുന്നേറ്റ് വരട്ടെ. Let worship arise from your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആരാധന, ദൈവത്തോടുള്ള സ്തുതികൾ, ആരാധനകൾ എഴുന്നേറ്റ് വരട്ടെ. Then God will arise from his throne. ആ സമയത്ത് ദൈവം തന്റെ സിംഹാസനത്തിൽ എഴുന്നേൽക്കുകയാണ്. And the whole world will say that God is for you. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ നിങ്ങളെ പറ്റി പറയാൻ പോവുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജൂലൈ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA മുണ്ടക്കയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജൂലൈ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ് NH47 കരുനാഗപ്പള്ളി. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് തന്നെ പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ലോകം എമ്പാടുമുള്ള അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സലിവും കരുണയുമുള്ള യേശുവേ, ഇപ്പോൾ തന്നെ അവരുടെ തോളിലൊന്ന് തട്ടി കർത്താവ് അവരെ ആശ്വസിപ്പിക്കണമേ. അകത്തുള്ള നൊമ്പരങ്ങളും സങ്കടങ്ങളും എടുത്തു മാറ്റാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. അങ്ങത് ചെയ്യണമേ. മാനസികമായ പിരിമുറുക്കത്തിൽ സ്ട്രെസ്സിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ ഒരു സമാധാനം കർത്താവെ അങ്ങ് നൽകണമേ. താങ്ക് യു ലോർഡ്. വിവാഹ ജീവിതത്തിനകത്ത് ഭയങ്കരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവെ, അതുപോലെ തന്നെ ദൈവിക അനുഗ്രഹങ്ങൾ എല്ലാ ഭവനങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും വരട്ടെ. രോഗികൾ, ഏതോ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഇത് വാച്ച് ചെയ്യുന്ന ചില വ്യക്തികളുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം കർത്താവ് ഈ സമയത്ത് കൽപ്പിക്കുന്നു. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന രീതിയിലാണ് ഡോക്ടേഴ്സ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ യേശുവിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചില കുടുംബങ്ങൾ കടബാധ്യത നിമിത്തമോ നാണക്കേട് നിമിത്തമോ ഏതോ പ്രശ്നങ്ങൾ നിമിത്തം കുടുംബമായി തന്നെ ജീവൻ ഒടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ചില കുടുംബങ്ങൾ ഇന്നിത് വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. ജീവൻ അവസാനിപ്പിക്കുന്നതല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. യേശുവിലേക്ക് വരുമ്പോൾ ദൈവിക സമാധാനവും പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരവും യേശു കർത്താവ് നൽകും. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവെ നീ ഇത് ചെയ്യണമേ. അതുപോലെ വിവാഹ പ്രായമെത്തി പക്ഷേ വിവാഹം നടക്കാതെ നിരാശയിലായിരിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്ഭുതങ്ങൾ ചെയ്യണമേ. ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികളെ ബാധിക്കുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. അനേക ദാമ്പത്യ ജീവിതങ്ങളുടെ മേൽ ഇന്ന് കർത്താവ് അങ്ങ് അനുഗ്രഹത്തെ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഉറക്കമില്ലായ്മ മാറിപ്പോകട്ടെ. തൈറോയിഡിൻ്റെ പ്രയാസങ്ങളിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. പ്രമേഹ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രമേഹം വർദ്ധിച്ച് ആന്തരാവയവങ്ങൾക്ക് കേടുപറ്റിയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സ്വീകരിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഇപ്പോൾ തന്നെ വിടുതലുകൾ സ്വീകരിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇന്ന് ഇപ്പോൾ തന്നെ കർത്താവ് നീ അത് ചെയ്തതിനാൽ നന്ദി. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ഡയറി ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ വിന്നേഴ്സ് ഫാക്ടറി എന്നുള്ളൊരു പുസ്തകം, അത് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി രചിക്കപ്പെട്ടതാണ്. ഒരു ഉയർന്ന ഒരു വിജയം വിദ്യാഭ്യാസത്തിലും ഭാവിയിൽ കരസ്ഥമാക്കാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ആശിഷമാരി എന്ന പുസ്തകം ജീവിതങ്ങളെ വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന ഒരു സാഹിത്യരചന കൂടിയാണ്, ഒരു കഥയാണ്. വേണ്ടവർക്ക് മറ്റ് പല പ്രസിദ്ധീകരണങ്ങളുണ്ട്, എല്ലാം എടുത്തു പറയാൻ നമുക്ക് സമയമില്ല. സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ആഴ്ചയിൽ മുണ്ടക്കയത്തും കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രസിദ്ധീകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, നിഷ്കളങ്കമായ വിശ്വാസത്തോടുകൂടെ ഇതെല്ലാം പ്രയോജനപ്പെടുത്തുമെങ്കിൽ, യേശു വിശ്വസിക്കുമെങ്കിൽ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉണ്ടായതുപോലൊരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് തരും. അതുകൊണ്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.